ക്ഷീര കർഷകർക്ക് മിൽമയുടെ പലിശരഹിത വായ്പ പദ്ധതി. തിരുവനന്തപുരം വാർത്തയാണ്. പാൽ സംഭരണത്തിലെ കുറവ് പരിഹരിക്കാൻ ക്ഷീര കർഷകർക്കായി മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ പലിശരഹിത വായ്പാ പദ്ധതി നടപ്പാക്കുന്നു. ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. ക്ഷീര കർഷകർക്ക് പശുക്കളെ വാങ്ങുന്നതിനായി എടുക്കുന്ന വായ്പയ്ക്കാണ് പലിശ സബ്സിഡി നൽകുകയെന്ന് യൂണിയൻ ചെയർമാൻ മണി വിശ്വനാഥ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ദേശസാൽകൃത ഷെഡ്യൂൾഡ് ഭാഗങ്ങളിൽ നിന്നും കർഷകർക്ക് വായ്പയ്ക്ക് ക്ഷീരസംഘത്തിൽ നൽകുന്ന പാലിന്റെ അളവിന് ആനുപാതികമായി പലിശ സബ്സിഡി നൽകും. ഇതുവഴി പ്രതിദിനം 25,000 ലിറ്ററിന്റെ പാലിന്റെ വർധനയാണ് യൂണിയൻ ലക്ഷ്യമിടുന്നത്. 1 കോടി രൂപ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ മേഖലാ യൂണിയന്റെ പരിധിയിലുള്ള സംഘങ്ങളിൽ നിന്നും വിൽപ്പന നടത്തുന്ന ഓരോ ചാക്ക് കാലിത്തീറ്റയ്ക്കും 150 രൂപ നിരക്കിൽ സബ്സിഡി നൽകും. നമസ്കാരം, ഞാൻ അസീസ് കങ്ങട, കോട്ടയം. പെല്ലറ്റ് രഹിത പശുവളർത്തൽ അറിവുകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോ ഒരു പത്രവാർത്തയാണ് വായിച്ചത്. പത്രവാർത്തയ്ക്ക് ആധാരമായിട്ട് കാരണം മിൽമയ്ക്ക് ഓരോ മേഖലാ യൂണിയനായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് തിരുവനന്തപുരം മേഖലാ യൂണിയന്റെ ഒരു പത്രക്കുറിപ്പ് ഒരു ക്ഷീര കർഷക സുഹൃത്ത് കട്ടിംഗ് ആയിട്ട് എനിക്ക് ഇട്ടുള്ളൂ. അത് ചിലപ്പം ഈ കോട്ടയം ജില്ലയിലെ പത്രത്തിൽ വരണമെന്നില്ല, ചിലപ്പോൾ 5-ാം പേജിലൊക്കെ ആയിരിക്കും. നമ്മളെ വിഷയം അതല്ല. മിൽമ ഒരു പത്രക്കുറിപ്പ് ഇറക്കുന്നു. ഈ പത്രക്കുറിപ്പ് മിൽമ ഇറക്കാനുള്ള കാരണം എന്താ? അവർക്ക് പാലിന്റെ ലഭ്യത നമ്മുടെ ക്ഷീര കർഷകരിൽ നിന്ന് കുറയുന്നു. അതിന്റെ അടിസ്ഥാന കാരണമല്ലേ കണ്ടെത്തണ്ടേ? അതിനിപ്പോ പറഞ്ഞെന്താ, ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുക. ആ ലോൺ എടുത്താൽ അതിന്റെ പലിശ നിങ്ങൾക്ക് ഞങ്ങൾ അടച്ചുതരാം. അതായത് വർഷങ്ങൾക്ക് മുൻപ് അമൂല്യ മാതൃക പിന്തുടർന്നുകൊണ്ട് കേരളത്തിലെ ക്ഷീര കർഷകരെല്ലാം സംഘടിപ്പിച്ച് ഒരു കുടക്കീഴിൽ നിർത്തി വളരെ അനുകൂലപരമായ, അതായത് പണ്ടത്തെ ഇവരുടെ ഭാഷയിൽ ചായക്കടക്കാരന്റെ കിട്ടുന്ന പൈസയ്ക്ക് ബോണ്ടായും മുണ്ടമ്പരിയും കൊടുത്തിരുന്ന കാലഘട്ടം. പാല് വിൽക്കാൻ മാർഗമില്ല. അപ്പോഴാണ് മിൽമ ജനിക്കുന്നത്. അത് നമ്മുടെ ഹിന്ദി മോഡലിൽ, അവിടുത്തെ മോഡലിൽ, അമൂൽ മോഡലിൽ കർഷകരെല്ലാം സംഘടിപ്പിച്ചു. ഇത് നല്ലൊരു പ്രസ്ഥാനമാണ്, നിങ്ങൾക്ക് പൈസ തരാമെന്നെല്ലാം പറഞ്ഞാണ് പരിപാടി തുടങ്ങി. ഇത് മുന്നോട്ട് പോകെ പെരുങ്കള്ളന്മാർ ഇതിനകത്ത് കൂടുകയും ഈ പെരുങ്കള്ളന്മാര് ഇതിന്റെ തൊഴിൽ പഠിക്കുകയും ക്ഷീര കർഷകർക്ക് ഒന്നും കിട്ടാതെ വരികയും ചെയ്തപ്പോൾ ക്ഷീര കർഷകർ മിൽമയിൽ നിന്നും അകന്നുപോയി. ഇങ്ങനെ മിൽമയിൽ നിന്ന് അകന്നുപോയപ്പോ ഭാഗ്യേന്ദ്രന് ഈ പാക്കറ്റ് പാല് നല്ല രീതിയിൽ ഇവിടെ ചെലവിലേക്ക് വന്നു. ഈ ചെലവിലേക്ക് വന്നപ്പോഴത്തേന് ഇവിടെ പാലില്ല. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ ഇറക്കുമതി ചെയ്യാൻ തീരുമാനമെടുത്തു. അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പാൽ ഇറക്കുമതി ചെയ്ത് ഇവിടുത്തെ പാലിന്റെ ലഭ്യതക്കുറവ് പരിഹരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ വിലക്കുറഞ്ഞ പാലെടുത്ത് അവിടെ വിലക്കുറവ്, അത് ഉൽപാദന ചെലവ് കുറവാണ്. ആ വിലക്കുറഞ്ഞ പാലെടുത്ത് ഇവിടുത്തെ അതേ വിലക്ക് വിറ്റു. നല്ല ലാഭമായി. ഈ തൊഴിൽ കണ്ടെത്തിയ പണ്ട് മുൻപിരുന്ന ഇതിലെ ഭരണവർഗങ്ങൾ, ഇതൊരു സ്വകാര്യ ബോഡിയാണല്ലോ, നമ്മുടെ സർക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് പിടിയൊന്നുമില്ല, അവരാ നയിക്കുന്നത്. അതിന് ആദ്യമേ കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള സംവിധാനം ചെയ്യണം. ജനങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യില്ല, അത് പോട്ടെ. പക്ഷെ പറയാനുള്ളത് ഇതല്ല. അങ്ങനെ മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് പാലിറക്കി ലാഭം കണ്ടെത്തിയപ്പോ ഇതിൽ നിന്ന് ഭരണസമിതിയിലെ ആൾക്കാർ മറ്റ് സംസ്ഥാനത്ത് ഇതേ പരിപാടി തുടങ്ങും. മറ്റ് സംസ്ഥാനത്ത് ഇതേ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനത്ത് നിന്ന് പാലിറക്കി അസീസ് മിൽക്ക്, അങ്ങനെ ഓരോ മിൽക്കായിട്ട് പേരെടുത്തു.
അങ്ങനെ പേരെടുത്തിട്ട് എന്ത് സംഭവിച്ചു? ഈ മിൽമ നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് അല്ലെങ്കിൽ കേരളത്തെ പ്രാദേശിക സ്ഥലങ്ങളിൽ മിൽമ ഔട്ട്ലെറ്റ് വഴിയോ അല്ലെങ്കിൽ പാൽ പാക്കറ്റാക്കി മറ്റ് കടകളിലെ കൊണ്ടു കൊടുക്കുമ്പോൾ കടക്കാർക്ക് ₹1.50 ലാഭം കൊടുക്കും. കടക്കാർ ഇത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ അവർക്ക് മുതലാവില്ല. അപ്പൊ എന്താ ഇതേ ഭരണസമിതിയിലെ ആൾക്കാര് മറ്റ് സംസ്ഥാനത്ത് നിന്ന് വില കുറഞ്ഞ പാലെടുത്തിട്ട് അസീസ് മിൽക്ക്, ആനന്ദ് മിൽക്ക്, ഇങ്ങനെ ഓരോ മിൽക്കിന്റെ പേരിട്ടിട്ട് എന്ത് ചെയ്തു? ₹4 കുറച്ചു കൊടുത്തു. ഇങ്ങനെ ₹4 കുറച്ചു കൊടുത്തപ്പോൾ മിൽമയുടെ പാൽ കച്ചവടം പൊട്ടി. ആ മിൽമയുടെ പാൽ കച്ചവടം പൊട്ടിയതിന്റെ പ്രധാനമാണ് നമ്മുടെ അന്ന് ഏറ്റവും കൂടുതൽ സെയില്, നമ്മുടെ മിൽമയിൽ ഏറ്റവും കൂടുതൽ വാങ്ങൽ നടത്തിയിരുന്നത് നേവൽ ഡോക്യാർഡും FACTയുടെ പഴയ കാലം, ഇന്നത്തെ കാലമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ അവര് പർച്ചേസ് ചെയ്യുന്ന ആ ബൾക്ക് പർച്ചേസിനെ നഷ്ടമായി. കാരണം എന്താ? ഇതിനകത്തിരുന്ന് ഒരു തൊഴിൽ തുടങ്ങി അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് ₹4 കിട്ടുന്നതാണോ കുറഞ്ഞു കിട്ടിയിട്ട് കൂട്ടി കൊടുക്കുന്നതാണോ ലാഭം? അങ്ങനെ മിൽമയുടെ കച്ചവടം പൊട്ടി. അതായത് ചുരുക്കത്തില് മിൽമയുടെ അന്തകൻ ഈ കർഷകനെ സംരക്ഷിച്ചു കൊണ്ടുവന്നവൻ തന്നെയായി അന്തകനായി മാറുന്നു. ഈ അന്തകനായി മാറിയതിന്റെ ഫലമായിട്ടാണ് മിൽമയ്ക്ക് പാല് ലഭിക്കാതെ വന്നത്. അത് കഴിഞ്ഞ ഒരു സർക്കാർ മാറി വന്നു. ഇതിന് മാർഗം കണ്ടെത്താൻ വേണ്ടി MSDP പദ്ധതി കൊണ്ടുവന്നു, മിൽക്ക് ഷെഡ് സ്കീം. അതിനകത്ത് മറ്റ് സംസ്ഥാനത്ത് നിന്ന് പശുവിനെ ഇറക്കുമതി ചെയ്യുക, ഇവിടെ പാൽ ഉൽപാദനം നടത്തുക. അതും അമ്പേ പരാജയം. ഇപ്പം വന്ന് അന്യം നിന്ന് പോകുന്ന വർഗമായി മാറി ക്ഷീരകർഷകർ. അതായത് കാളവണ്ടി യുഗം എന്നൊരു അവസ്ഥ മാറി ഇന്ന് ആധുനിക യുഗം വന്നു. നമ്മുടെ കുട്ടികൾക്ക് കാളവണ്ടി കാണുന്ന അല്ലെങ്കിൽ മ്യൂസിയത്തിൽ ചെന്ന് കാണുന്ന അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ക്ഷീരകർഷകര് അന്യം നിന്ന് പോകുന്ന വർഗമായി മാറുകയും മറ്റ് പാക്കറ്റ് പാൽ മാത്രം കഴിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വരുന്ന ഒരു സമൂഹമായാണ് നമ്മുടെ കേരളം മാറുന്നത്. ഇതിന്റെ ബാക്കി പത്രമാണ് മിൽമയ്ക്ക് പാല് ലഭിക്കാത്തത്. മിൽമയ്ക്ക് പാല് ലഭിക്കാത്തത് തിരുവനന്തപുരം മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ലഭ്യത കുറവാണ്. ഒരു കോട്ടയം ജില്ലയിലെ ഒരു വനിതാ ഓഫീസർ എന്നോട് ചോദിക്കുകയുണ്ടായി, അസീസ് എന്താ ഇപ്പൊ മിൽമയില് പാല് കുറവ്? ഞാൻ വ്യക്തമായി മറുപടി പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിപ്പ്. കാരണം ഉന്നത രീതിയിൽ ശമ്പളം വാങ്ങുക, നല്ല തുക ശമ്പളം വാങ്ങുക. ഈ ശമ്പളം പറ്റുന്നതെല്ലാം നമ്മുടെ ക്ഷീരകർഷകരുടെ വരുമാനത്തിൽ നിന്നാണ്. അങ്ങനെ പറ്റി അവർക്ക് നല്ല ശമ്പളവും അന്നുള്ള പിൻവാതിൽ നിയമനങ്ങൾ ഇതെല്ലാം കൊണ്ട് നിരവധി ആൾക്കാരെ ഇവർക്ക് ശമ്പളവും ലാഭവും എല്ലാം അവർക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ക്ഷീരകർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന പാല് പ്രാദേശിക മിൽമയ്ക്ക് ₹1.60 തൊട്ട് ₹1.75 കൈകാര്യ ചെലവായിട്ട് കൊടുക്കും. അതായത് 43 തൊട്ട് 45 ആവറേജ് കേരളത്തിൽ എടുത്തു കഴിയുമ്പോൾ ഈ ₹1.60 ₹1.75 പ്രാദേശിക സംഘങ്ങൾക്ക് ഇവർ കൊടുക്കുന്നത്. ബാക്കി വണ്ടിക്കൂലി എല്ലാ ചെലവും ഉദ്ദേശം ഒരു 49-50 താഴെ ഇവരുടെ കളത്തിലേക്ക് പാലെത്തുന്നു. ഈ പാല് അതിനകത്ത് നെയ്യ് വേർതിരിച്ച് മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഉദ്ദേശം ഒരു 70 രൂപയോളം ലിറ്ററിന് പാലിന് ഇവർക്ക് ലാഭമുണ്ട്. ഈ ലാഭത്തിന്റെ പണമാണ് ഇവർ മറ്റു കാര്യങ്ങളെ ആയിട്ട് തട്ടിയെടുക്കുന്നത്. ഇങ്ങനെ സ്ഥിരമായി തട്ടിയെടുത്ത് അടിസ്ഥാന വർഗം, അതായത് ഞാൻ എപ്പോഴും പറയുന്നു, കർഷക തൊഴിലാളിയും ഈ ക്ഷീര കർഷകർ അന്യം നിന്നു. അന്യം നിന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് പാൽ ലഭിക്കാതെ വന്നത്. അപ്പോഴാണ് ഇവർ പറഞ്ഞു, അയ്യോ നമ്മുടെ കർണാടകത്തിൽ നന്ദിനി മിൽക്ക് ഇറങ്ങി പാലായിപ്പോയെന്ന്. ഇവരും കർണാടക തമിഴ്നാട്ടിൽ നിന്ന് പാലെടുത്തല്ലേ വിൽക്കുന്നത്. ഇവരുടെ കയ്യിലിരിപ്പ് ഇവരുടെ അന്തകരായി മാറുന്നു. ഇവരിതിന്റെ പുതിയ പ്രഖ്യാപനമായിട്ട് ഇറങ്ങുന്നത് എന്താണ്? ക്ഷീര കർഷകര്, നിങ്ങൾക്ക് നല്ലൊരു വാർത്ത, നിങ്ങള് പശുവിന് ലോൺ എടുക്കുക. ഇനി ആ ലോൺ എടുക്കുന്ന എവിടുന്ന? ഷെഡ്യൂൾഡ് ദേശസാൽകൃത ബാങ്കിൽ നിന്ന്. ഷെഡ്യൂൾഡ് ദേശസാൽകൃത ബാങ്കിന്റെ നടപടി എന്താ? അവര് ചാണകം വാരിക്കുന്നു, അവര് ലോൺ കൊടുക്കൂല. അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന മുദ്രാ ലോൺ. ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന മുദ്രാ ലോൺ കേന്ദ്ര ഗവൺമെന്റ് പശുക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരൊറ്റ ബാങ്കുകാരും പശുക്കാർക്ക് കൊടുക്കാൻ തയ്യാറില്ല. കാരണം അവര് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടത്തില്ല. അവർ ടാറ്റയും ബിർള, അംബാനി വലിയ വലിയ കോർപ്പറേറ്റുകൾക്കാണ് ഈ പണം കൊടുക്കുന്നത്. ഇനി അടുത്ത മിൽമയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട മണി പറഞ്ഞെന്താ പത്രസമ്മേളനത്തിൽ? ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കൂ. അങ്ങനെ ലോൺ എടുത്താൽ ഞങ്ങളങ്ങ് വലിച്ചു തരാം. അന്യം നിന്ന് പോകുന്ന വർഗമാണേ.
അത് തന്നെ ബാങ്കുകൾക്ക് ചില നോംസ് ഉണ്ട്. ബാങ്കുകളുടെ നോംസ് എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പണത്തിന് ഇങ്ങോട്ട് റിട്ടേൺ കിട്ടുമോ? ഇങ്ങോട്ട് റിട്ടേൺ കിട്ടില്ല, അവർ തരില്ല. കാരണം ക്ഷീരകർഷകർ കൊടുത്ത യാതൊരു കാരണവശാലും റിട്ടേൺ കിട്ടില്ല. ഞാൻ ക്ഷീരകർഷകൻ തന്നെയാണ്. കാരണം അവന് ഇൻകം ഇല്ലെങ്കിൽ അവനെവിടെ കൊടുക്കും? അപ്പൊ അതുകൊണ്ട് ക്ഷീരകർഷകരൊന്നും ഒരു ബാങ്കുകാർ കൊടുക്കൂല. ഇപ്പൊ ആകെ കൊടുത്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ഒരു പശുവിന് 24,000 സ്കീമുണ്ട്. അത് മറ്റു മാർഗമൊന്നുമില്ലാതെ കുറച്ച് പേർ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായ കാര്യങ്ങളാണ്, പ്രശ്നങ്ങളില്ല. ഇൻഷുറൻസ് വേണ്ട, മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ 4-5 പശു ഉണ്ടെങ്കിൽ ഒരു പശുവിന് 24,000 വെച്ച് കിട്ടും. മറ്റ് നിയമക്കുരുക്കളൊന്നുമില്ല. ബാങ്കിനെ അങ്ങോട്ടൊരു ക്ഷീരകർഷകർ സമീപിക്കുമ്പോൾ ബാങ്കിന്റെ നോംസിനകത്ത് പറയുന്നത് നമ്മുടെ വ്യവസ്ഥിതിയുടെ ഒരു പ്രശ്നമാണ്. കാരണം 5 പശു, 5 തലയിലധികം, ആറാമതൊരു തല, അതായത് 3 പശുവും 3 കിടാവും വന്നാൽ 6 തലയെ. അങ്ങനെ 6 തലയുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ലൈസൻസ് വേണം. നമ്മുടെ വ്യവസ്ഥിതിയുടെ അപാകതയാണിത്. ഈ അപാകതകൾ മാറ്റണം. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ലൈസൻസ് എടുക്കണമെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു 1 ലക്ഷം രൂപയ്ക്ക് ഒരു 1900 കണക്ക് വിട്ടിട്ട് അവർക്ക് തുക കണക്ക് കൂട്ടും. ഈ തുകയെല്ലാം കൂടെ കൂട്ടി ഒരു വലിയ തുക വരുന്നു. അവർക്ക് അത്രയും ഫീസൊക്കെ അടച്ച് നമ്മുടെ ഈ പശു കർഷകരും വലിയ വെടിക്കോപ്പ് ഉണ്ടാക്കുന്ന വ്യവസായം അടക്കമുള്ള ഷെഡ്യൂൾഡ് കാറ്റഗറി ആയിട്ട് പരിസ്ഥിതി വകുപ്പ്, അതായത് പൊല്യൂഷൻ കൺട്രോൾ അവർ തിരിച്ചിട്ടുണ്ട്. പച്ച, നീല, ചുമല, മഞ്ഞ, നമ്മൾക്ക് അങ്ങനെ ഓരോന്നിട്ടിരിക്കുകയാണ്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നേരത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പശുത്തൊഴുത്തിലേക്കുള്ള വഴി കാണിക്കണമായിരുന്നു, അവരുടെ നിയമം. അടുത്തത് ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അതായത് അഗ്നി തീ കത്തിക്കഴിഞ്ഞാൽ തീ കെടുത്താനുള്ള സാധനം. അതെങ്ങാണ്ട് ഇടുക്കിയിലെ ഒരു കർഷകൻ പോയിട്ട് അതങ്ങ് മാറ്റി. ഇങ്ങനെ കുറെ നൂലാമാലകൾ. അതുപോലെ തന്നെ അടുത്തത് പൊല്യൂഷൻ, പരിസ്ഥിതി. ഈ ചാണകമേ അങ്ങോട്ട് വീണാൽ അവിടെ പ്രശ്നമാണ്. അതിന് എന്താക്കണം? ബയോഗ്യാസ് ടാങ്ക്, വേസ്റ്റ് ടാങ്ക്. ഈ ബയോഗ്യാസ് ടാങ്ക്, വേസ്റ്റ് ടാങ്ക്, ഈ 2 കാര്യം വരുമ്പോഴത്തേന് ഒരു 1.5 ലക്ഷം രൂപ കർഷകന് മുടക്കണം. ഒരു കർഷകനും 1.5 ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ 5 പശുവിന്റെ പരിപാടി ഇവിടെ ചെയ്യാൻ പറ്റില്ല. അത് വിജയിക്കത്തില്ല. അതായത് വകുപ്പുകൾ തമ്മിലൊരു ഏകോപനമില്ലാഴിയ. ഇതാണ് അതിന്റെ അപകടം. അങ്ങനെ വരുമ്പോൾ ബാങ്ക് പറയുന്നു, നിങ്ങൾ ഒരു പശുവിന്റെ ലോൺ എടുക്കുക. നിങ്ങൾ പശുവിന്റെ ലോൺ എടുത്തിട്ട് നിങ്ങൾക്ക് റീപേയ്മെന്റ് അടയ്ക്കണമെങ്കിൽ അടുത്തുള്ള ഒരാൾ പരാതി കൊടുത്താൽ നിങ്ങളുടെ പ്രസ്ഥാനം നിന്നുപോകും. അപ്പൊ ഞങ്ങൾക്ക് റീപേയ്മെന്റ് കിട്ടില്ല. ഈ റീപേയ്മെന്റ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ബാങ്ക് തരില്ല. അത് ബാങ്കിനെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടണ്ടേ, ഈ കർഷകന്റെ കിട്ടണ്ടേ. അപ്പൊ മറ്റൊരു നിയമം വെച്ചു. പണ്ട് പഞ്ചായത്ത് ലൈസൻസ് വേണമെന്ന് 5 പശു, അത് 10 ഈ സർക്കാർ 20 വളരെ സന്തോഷം. അവിടെ പഞ്ചായത്ത് ലൈസൻസ് വേണമെങ്കിൽ 20 പശുവാണ്. പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അതിന് 5 തല, അതായത് 3 പശു 3 കൂടാനും കിട്ടില്ല. അവൻ ആ നടപടിയായിട്ട് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേന് ഒരിക്കലും ലോൺ കിട്ടില്ല. അങ്ങനെ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്നോട്ട് ഈ മിൽമ ചെയർമാൻ ബഹുമാനപ്പെട്ട മണി പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ഞങ്ങൾ ഇത്ര കോടി വരെ മാറ്റിവെച്ചിട്ടുണ്ട്. എന്തിനാ? കർഷകന് ലോൺ എടുത്താൽ അതിന്റെ പലിശ അടയ്ക്കാൻ. ആദ്യമായിട്ട് മനസ്സിലാവേണ്ട, കർഷകന് ലോൺ കിട്ടണ്ടേ? ലോൺ കിട്ടിയിട്ടല്ലേ അവന് പലിശ അടയ്ക്കാൻ പറ്റുള്ളൂ. ആ അടിസ്ഥാന കാര്യങ്ങളെ പറ്റി ഇവരാരും ചിന്തിക്കുന്നില്ല. പിന്നെ കൂട്ടത്തിൽ പറയുന്നു, ജനുവരി മുതൽ നമ്മൾ 150 രൂപ കാലിത്തീറ്റ സബ്സിഡി അങ്ങ് തരുക. ഇവരുടെ കാലിത്തീറ്റ എടുത്താൽ 150 രൂപ സബ്സിഡി തരും. ഈ 150 രൂപ സബ്സിഡി ഒന്നും ആയില്ല. കാരണം എവിടെയും ഒരു ടെക്നിക്കൽ പരിപാടിയുണ്ട്. ഏതും ആർക്കും കൊടുക്കുന്നതിന് മുന്നേ വില കൂട്ടും. അതായത് പാല് വില കൂട്ടുമ്പോൾ പെല്ലറ്റ് വില ഒരൊറ്റ കൂട്ടും, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു 3-4 കൂട്ടും. അപ്പൊ കർഷകർ ഈ പാല് വില കൂട്ടിയതിന്റെ ഗുണം കിട്ടി വരുമ്പോൾ ഈ കാലിത്തീറ്റ കമ്പനിക്കാര് ഒരു 3-4 കൂട്ടം കൂട്ടിയിരിക്കും. ഇത് രഹസ്യമാണ്. ഇത് പബ്ലിക് 50 വെച്ചേ കൂട്ടുള്ളൂ. അതായത് നമ്മുടെ ഡീസലിലും പെട്രോളിലും വില കൂടുമ്പോൾ പണ്ട് സമരം നടത്താറുണ്ടായിരുന്നു. ഇപ്പൊ ഈ 50 പൈസ കൂട്ടായപ്പോ ആർക്കും അത്ര വലിയ കലിപ്പില്ല. അപ്പൊ ഒരു വിഷയമില്ല. എന്നൊന്നിട്ട് കാലിത്തീറ്റയുടെ വില ഇത് തന്നെയാ. ഒരു ചാക്കിന് 50, ഒരു ചാക്കിന് 70, ഇങ്ങനെ കൂട്ടി. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കിയേ, ഇവർ പറയുന്ന ഇവർക്ക് ചെലവ് കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ചെലവ് കൂടും. ഇതേ ചെലവ് കൂടാത്ത ഒത്തിരി സമയങ്ങളുണ്ടോ?
അപ്പോഴും ഇവരിത്, അതായത് ഇപ്പൊ ചോളം, ഇപ്പൊ ഒരു ചോളം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്, മെയ്സ് കോൺ. ഈ ചേർക്കുന്നുണ്ടെങ്കിൽ അത് സീസണബിൾ വിലയാണ്. തമിഴ്നാട്ടിൽ കർണാടകത്തിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അവിടെ വില കുറയുന്ന സമയത്ത് വില കൂടുന്നു. അപ്പോൾ ഇവിടെ ഒരു വില കുറയത്തില്ല, ഒരു വില കൂട്ടിയത് ജീവിതത്തിൽ കുറയ്ക്കത്തില്ല. അതാണ് ഇവരുടെ ഒരു ടെക്നിക്കൽ പരിപാടി. എന്നാൽ ഇനി ദേശങ്ങൾ മുന്നോട്ട് പോയാല് ഉത്തർപ്രദേശ്, ആന്ധ്ര, അങ്ങോട്ട് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ വില കുറവാണ്. വലിയ കമ്പനികളല്ല, അവിടുന്ന് ട്രെയിനിൽ കൊണ്ടുവന്ന് ടണ്ണിക്കണക്കിന് സാധനം കൊണ്ടുവന്നാണ് ഈ കാലിത്തീറ്റ ഉണ്ടാക്കുന്നത്. ഈ മിൽമായും കാലിത്തീറ്റയും കേരള സർക്കാരിന്റെ കീഴിലുള്ള കാലിത്തീറ്റകളും ഇതേ സംവിധാനത്തിൽ കൊട്ടേഷൻ എടുത്താണ് സാധനം പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വില കുറഞ്ഞു കിട്ടുന്ന സമയത്ത് ഒരു പൈസ അവർ കുറയ്ക്കുന്നില്ല, വില കൂട്ടുക. ഈ ഇടയിൽ തന്നെ 3-4 വട്ടം, എന്നിട്ട് പറയാം നിങ്ങൾക്ക് 150 രൂപ തരാം. ആദ്യമായിട്ട് മനസ്സിലാകേണ്ടത്, അടിസ്ഥാന വർഗമായ ക്ഷീര കർഷകൻ നിലനിൽക്കണമെങ്കിൽ അവന് അടിസ്ഥാനമായി പശുവിന് കൊടുക്കേണ്ട പുല്ലാണ്, പുല്ല് വിലവർഗമാണ് കൊടുക്കേണ്ടത്. ഈ പുല്ല് കൊടുക്കാന്, പുല്ല് ഉത്പാദിപ്പിക്കാൻ സർക്കാർ കാലങ്ങളായിട്ട് യാതൊരു നടപടി ചെയ്തില്ല. ജാമ്പുവാ കാലത്ത് ഒരു പഞ്ചായത്തിന് ഉദ്ദേശം 1 ലക്ഷം രൂപയുടെ കണക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഒരേക്കർ പുൽകൃഷിക്ക് 12,000 രൂപ സബ്സിഡി തരും. അങ്ങനെ ഉദ്ദേശം ഒരു പഞ്ചായത്തിന് ഒരു 8 ഏക്കർ വിചാരിക്കാം, 1 ലക്ഷം രൂപ. ഇതാണ് കൊടുക്കുന്നത്. ഇത് ജാമ്പുവാന്റെ കാലങ്ങളായി രൂപയുടെ മൂല്യവ്യത്യാസം ഇതെല്ലാം ഉണ്ടായിട്ട് പോലും യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ മാറ്റം വരുത്താതെ ഇതിനെന്ത് പ്രഖ്യാപനം നടത്തിയാലും അന്യം നിന്ന് വർഗമാകുന്ന ക്ഷീര കർഷകരിൽ നിന്നും ഇതൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ മണിമാളികയിൽ നിന്ന് പത്രക്കുറിപ്പ് ഇറക്കാമല്ലോ. ഈ 3700 സംഘം പ്രസിഡന്റുമാരിൽ ഒരു സംഘം പ്രസിഡന്റാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മണിസാർ, ഇപ്പോഴത്തെ ചെയർമാൻ, തിരുവനന്തപുരം മേഖല. സമ്മതിക്കുന്നു. ഇതിന്റെ കൂടെ നിൽക്കുന്ന ആരാ? നിരവധി ആക്ഷേപങ്ങളുണ്ടായ ബാക്കിയുള്ള സാറന്മാർ. ഇവരുടെ എല്ലാ അടിസ്ഥാന വിഷയങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കി. ഇവര് 3 ലിറ്റർ പാലല്ലേ ഇളക്കുന്നത്? ഇവരെ ഒന്ന് അന്വേഷണത്തിന് വിധേയമാക്കി. എത്ര പേര് പശുവുള്ളവരുണ്ട്? ഈ വിൽമായിൽ എത്ര സംഘങ്ങളിൽ പ്രസിഡന്റുമാർ പശുവുള്ളവരുണ്ട്? വല്ലവന്റെയും പശുവിന്റെ പേര് വെച്ച് പാലളന്ന കാര്യം നടക്കുമോ? ഇതിന്റെ കഷ്ടപ്പാടറിയണ ഈ വർഗത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ആ വർഗത്തിലേക്ക് ഇറങ്ങിച്ചെന്നാലോ ക്ഷീരകർഷകരുടെ കഷ്ടപ്പാടെന്താണെന്ന് അറിയത്തുള്ളൂ. ഇത് മാളികയിൽ ഇരിക്കുന്നുവെന്ന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്നിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തി. എന്തേ പാലില്ലാത്തത്? വ്യക്തമായ ഉത്തരവുണ്ട്. ഇവിടെ 1 ലിറ്റർ പാല് പോലും ഒരു ക്ഷീരകർഷകരിൽ നിന്ന് വാങ്ങിയില്ലെങ്കിലും ഈ മിൽമായ്ക്ക് കർണാടക, തമിഴ്നാടിന് ഇഷ്ടം പോലെ കൊടുക്കാനുള്ള ലോബികളുണ്ട്. അത് ഇവിടുത്തെ ജനങ്ങൾ മേടിക്കും, കുടിക്കും. പിന്നെ ഇതൊരു പ്രഹസനം മാത്രം. ഇത്ര കോടി വകയിരുത്തി എന്ന് പറഞ്ഞാൽ കർഷകരെ അങ്ങ് ഉദ്ധരിക്കാം. എന്തിനാണ് ഇത്രയും പ്രസ്താവനകൾ നടത്തുന്നത്? അടിസ്ഥാന വർഗത്തിനെ മറന്നാൽ അടിസ്ഥാന വർഗം നിങ്ങളിൽ നിന്ന് അകലും. ഞാൻ അസീസ് കങ്ങട, കോട്ടയം. ഞാൻ എന്റെ പെല്ലറ്റ് ചെയ്ത പശു വളർത്തൽ അറിവുകൾ എന്ന യൂട്യൂബ് ചാനൽ ഈ വിഷയം പ്രതിപാദിക്കാൻ കാര്യം ഇങ്ങനെ പ്രസ്താവനകളല്ല നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടി എന്താ? ക്ഷീരകർഷകനെ ചേർത്ത് നിർത്തുന്ന സംവിധാനം വേണം. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുണ്ടായി നമ്മുടെ മന്ത്രി തുടക്കം തൊട്ടുള്ള അപാകതകൾ. നമ്മുടെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ക്ഷീരകർഷകനെ നിലനിർത്തുന്ന സംവിധാനം ചെയ്തില്ലെങ്കിൽ ഈ പരിപാടികളെല്ലാം 100% പരാജയത്തിലേക്ക് പോകും. ഈ പരാജയത്തിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളടക്കം വിഷമുള്ള പാലുകൾ കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ആയതിനാൽ തൽക്കാലം നിർത്തുന്നു. പുതിയൊരു എപ്പിസോഡിലേക്ക് വരുമ്പോൾ അറിയിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.